തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മതപരമായ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. ഹായ് കൂട്ടുകാരെ, ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയാണ് കേട്ടോ. ആറ്റുകാൽ പൊങ്കാലയുടെ കാഴ്ചകളും കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ തരുന്നത്. കൂട്ടരും നമ്മൾ എത്തിയതെന്ന് പറയുമ്പോഴത്തേക്ക് 4 മണി സമയത്താണ് കേട്ടോ. 4 മണി സമയത്ത് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ അത് വളരെ അടിപൊളി തന്നെയായിരുന്നു. തൈക്കാട് എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് കേട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ തൈക്കാട് ജംഗ്ഷനിലാണ്. തൈക്കാട് എത്തുന്നതിന് മുമ്പായിട്ടുള്ള സ്പോട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് കണ്ട കാഴ്ചയാണ്. ചുടുകല്ല് ഒരാൾ വിൽക്കുന്നുണ്ടായിരുന്നു. 3 ചുടുകല്ലിന് 60 രൂപ, അടുപ്പ് കൂട്ടുന്നതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന അവരും ഇവിടെ ആ ചേച്ചി ഇവിടെ നിന്ന് 3 ചുടുകല്ല് വാങ്ങിയായിരുന്നു. 60 രൂപ കൊടുത്ത് 3 ചുടുകല്ല് വാങ്ങി അവർ അടുപ്പ് കൂട്ടി. ആ കൂട്ടത്തിൽ ഞാൻ ബാക്കിയുള്ളവരും കൂടെ അടുപ്പ് കൂട്ടിയത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഇവിടെ ഈ ഏരിയയിലുള്ള കാഴ്ചകൾ ഞാൻ കാഴ്ചകൾ തന്നെ കാണിച്ചു തരുന്നതാണ്. മൊത്തത്തിൽ ഇവിടെ നടക്കുന്ന കാഴ്ചകൾ കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ പൊങ്കാലയെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാം. തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മതപരമായ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. 9ാം ദിവസം ക്ഷേത്ര പരിസരത്ത് ദശലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ഒരു വലിയ ഒത്തുചേരൽ ഉണ്ടാകും. ഈ സ്ത്രീകൾ മൺകലങ്ങളിൽ അരി കൊണ്ട് നിർമ്മിച്ച ദിവ്യമായ ഭക്ഷണം തയ്യാറാക്കി ആറ്റുകാൽ അമ്മയ്ക്ക് അഥവാ ക്ഷേത്ര ദേവതയ്ക്ക് സമർപ്പിക്കുന്നു കേട്ടോ. പൊങ്കാല ഒരുക്കങ്ങൾ ആരംഭിക്കുന്നത് അടുപ്പ് വെട്ട് എന്ന ആചാരത്തോടെയാണ്. മുഖ്യ പുരോഹിതൻ ക്ഷേത്രത്തിനുള്ളിൽ സ്ഥാപിക്കുന്ന പൊങ്കാല അടുപ്പ് അഥവാ പണ്ടാരയടുപ്പ് എന്നറിയപ്പെടുന്നത് കത്തിക്കുന്നതാണിത്. കേരളത്തിലെ ആദ്യകാല പൊങ്കാല ഉത്സവമാണ് ഇത് കേട്ടോ. ഗിന്നസ് വേൾഡ് റെക്കോർഡ് പ്രകാരം ഈ ഉത്സവം ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുചേരുന്ന ഉത്സവമായി കണക്കാക്കപ്പെടുന്നു. നിലവിൽ 40 ലക്ഷത്തിലധികം ഭക്തർ ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുക്കുന്നു. 1997 ഫെബ്രുവരി 23-ന് 1.5 ദശലക്ഷം സ്ത്രീകൾ പൊങ്കാലയിൽ പങ്കെടുത്തതോടെ ഈ ചടങ്ങ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടി. 2009-ൽ 2.5 ദശലക്ഷം പേർ പങ്കെടുത്തതിൻ്റെ ആഘോഷമായി ഒരു പുതിയ ഗിന്നസ് റെക്കോർഡ് രൂപീകരിച്ചു കേട്ടോ. ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത്. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി നൽകുന്ന സൂചനയനുസരിച്ച് മൺപാത്രങ്ങളിൽ മധുരമുള്ള അരി തയ്യാറാക്കുന്നതിനായി സ്ത്രീകൾ തീ കത്തിക്കുന്നു. ക്ഷേത്ര പരിസരവും റോഡുകളും മുഴുവൻ ചെറിയ അടുപ്പുകളിൽ നിരനിരയായി അരി തയ്യാറാക്കുന്ന സ്ത്രീകളാൽ നിറഞ്ഞിരിക്കുന്നു. ഇതൊരു അത്ഭുതകരമായ കാഴ്ചയാണ് കേട്ടോ. വായുവിൽ നിന്നും മധുരമുള്ള സുഗന്ധങ്ങൾ വമിക്കുന്നു. ഇത് വീടുകളെ ആത്മീയമായി ശക്തിപ്പെടുത്തുന്നു. പൂർണ്ണചന്ദ്രനോ പൗർണമിയോ ഒത്തുവരുന്ന ശുഭദിനമായ പൂരം നക്ഷത്രത്തിലാണ് ചടങ്ങ് ആരംഭിക്കുന്നത്. കാപ്പുകെട്ടി ചടങ്ങിനിടെ ദേവിയുടെ മനോഹരമായ സംഗീതാലാപനത്തിനിടയിലാണ് ഈ ആചാരങ്ങളെല്ലാം നടക്കുന്നത് കേട്ടോ. തിന്മയുടെ മേൽ നന്മയുടെ വിജയമാണ് പ്രധാന പ്രാധാന്യം. ഏറ്റവും ദയാലുവായ ദേവതയായ ശ്രീ ഭദ്രകാളിയെ ആദരിക്കുന്നതിനായി വൈകുന്നേരം ക്ഷേത്ര പുരോഹിതന്മാർ ആകാശത്ത് നിന്നും പുഷ്പവൃഷ്ടിയും പുണ്യജലം തളിക്കലും നടത്തി ചടങ്ങ് അവസാനിപ്പിക്കുന്നു. ആറ്റുകാൽ പൊങ്കാല 2025 മാർച്ച് 13-നാണ് നടക്കുന്നത് കേട്ടോ. ആറ്റുകാൽ പൊങ്കാല പരിപാടി രാവിലെ 10:15 ആരംഭിച്ച് ഉച്ചയ്ക്ക് 1:15 പരമ്പരാഗത നിവേദ്യത്തോടെയാണ് അവസാനിക്കുന്നത്. ഇത് ഇത്രയും നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു തരുന്നത് ഇത് അറിവിലേക്കാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരുന്നത് ഇനി ഇതേ ദിവസം നമ്മൾ ആറ്റുകാൽ പൊങ്കാല ദിനത്തിലുള്ള കാഴ്ചകളാണ് കേട്ടോ. ഇത് വീണ ജോർജ് നമ്മുടെ മിനിസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്ന അമ്മമാർക്കൊക്കെ നല്ല സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി അതിൻ്റെ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നു. അവരുടെ ക്ലിപ്പ് ഹൗസാണത്. അവർ ഈ മേഡം അവിടെ പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്ക് അമ്മമാർ വെള്ളം കിട്ടുമോ എന്നൊക്കെ തിരക്കിയായിരുന്നു. അപ്പം കുറച്ച് അമ്മമാർക്കൊക്കെ വെള്ളം കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ആ ഹൗസിനകത്ത് തന്നെ പോയി വെള്ളം എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സെക്യൂരിറ്റി ഒന്നുമില്ലാതെ വളരെ എന്താണ് പറയുക, വളരെ നമ്മളൊരു നാടൻ സ്ത്രീ എന്നുള്ള രീതിയിൽ അവരുമായിട്ട് നല്ല സഹകരിച്ച് പുറത്തുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം പുറത്തുണ്ടായിരുന്നു. എന്നിട്ട് ആ കെട്ടിടത്തിൻ്റെ തന്നെ മുൻവശത്തായിട്ട് ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ആരോഗ്യ നമ്മുടെ ആയുർവേദത്തിൻ്റെ തന്നെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ എടുത്തു തന്നെ ഇവിടെ ഇതെല്ലാം നടന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ്.
അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഇതെടുത്ത് തരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിത് എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പണ്ടാരടുപ്പ് കത്തിക്കുന്നതിൻ്റെ ഏകദേശ ടൈം എടുത്ത് വന്നിട്ടുണ്ട്. 10:15 നമ്മുടെ ആറ്റുകാൽ പൊങ്കാല പണ്ടാരടുപ്പ് തീ കൊടുക്കും എന്ന് പറഞ്ഞിരുന്നത്, അവിടെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇവിടെ 10:15 കത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. പണ്ടാരടുപ്പ് അവിടെ തീ കത്തിച്ചിട്ടില്ലായിരുന്നു. ഇത് ഇപ്പോൾ ടൈം 10:20 കേട്ടോ. 10:18-20 ആ ടൈമിലാണ് ഇവിടെ പണ്ടാരടുപ്പ് കത്തിച്ചത്. 2025 മാർച്ച് 13 ഇന്നേ ദിവസം പണ്ടാരടുപ്പ് കത്തിക്കുന്ന ഈ കാഴ്ച വളരെ മനോഹരമാണ് കേട്ടോ. ഇത് 10, 18, 20 ആ ടൈമിലാണ് ഇപ്പോൾ ഇവിടെ പണ്ടാരടുപ്പ് കത്തിക്കുന്നത്. ഞാനിവിടെ ഏകദേശം എൻ്റെ ഒരു കണക്കൂട്ടൽ ശരിയാണെങ്കിൽ ഞാൻ ഏകദേശം 24 വയസ്സ് തൊട്ട് ഞാൻ വന്നു തുടങ്ങുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോഴേ വണ്ടിയൊക്കെ ഓടി തുടങ്ങിയതാണ്. അപ്പോൾ ആ സമയം തൊട്ടേ ഞാൻ ഏകദേശമുള്ള വർഷങ്ങളിലെല്ലാം ഞാനിവിടെ വരാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ ഇവരുടെ പൊങ്കാലയിൽ പങ്കെടുക്കാനൊക്കെ. ഞാൻ ഒരുപാട് ആൾക്കാരുമായിട്ട് ഞാൻ കാര്യമായിട്ടാണെങ്കിലും എവിടെയാണെങ്കിലും ഒരുപാട് ആൾക്കാരുമായിട്ടൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. എൻ്റെ അനിയനും ഞാനും നമ്മളിങ്ങനെ ഒരുപാട് നമ്മുടെ കൂട്ടുകാരും എല്ലാവരുമായിട്ടൊക്കെ വരാറുണ്ട്. പൊങ്കാല നമ്മുടെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്, അല്ലാതെയും വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് ആ കാണുന്ന ആ കാഴ്ചയും വളരെ മനോഹരമാണെന്ന് പറഞ്ഞാൽ മനോഹരം മാത്രമല്ല, ചില സമയങ്ങളിൽ നമുക്ക് പറയേണ്ടി വരും അമ്മമാർക്ക് ദയനീയവുമാണെന്ന് പറയേണ്ടി വരും. അത്രയും തീ കത്തുന്ന എന്ന് പറഞ്ഞാൽ തീയിലാണ് അവർ തീ കത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റാകെ നമ്മൾ സൂര്യൻ്റെ തീ അവിടെ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവരും തീ കത്തിച്ചിട്ട് അവിടെ ഇരിക്കും. ആ അമ്മമാരെ സമ്മതിക്കണ്ടേ. അപ്പോൾ അങ്ങനെയുള്ള ആ കാഴ്ചകളെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ദുഃഖകരമായിട്ട് ചെറിയ രീതിയിൽ തോന്നുമെങ്കിലും അതൊരു ഒരു ദേവി അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ഒരു ഇതും കൂടെ അല്ലേ. പൊങ്കാല ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പൊങ്കാല തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അമ്മമാരുടെയൊക്കെ പൊങ്കാല നല്ല ഇവിടെ തിളച്ച് പൊങ്ങിയതിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഏകദേശം എല്ലാവർക്കും പൊങ്കാലയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം അവർക്ക് തെരളി, അതെ, മണ്ടപ്പുറ്റ്, തെരളി ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ അതൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്ന ഇഡലി കൂട്ടങ്ങളിലൊക്കെ ഇരിക്കുന്നത് കേട്ടോ. മൺപാത്രങ്ങളിൽ ഇരിക്കുന്നത് മാത്രമാണ് പായസം, നമ്മളെ പൊങ്കാല പായസം ഇരിക്കുന്നത്. എല്ലാ വീടുകളും അതെ. ഇവിടെ ഒരു കാഴ്ച എനിക്ക് കാണാനിടയായെന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൽ 51 അടുപ്പുണ്ടായിരുന്നു. ഒരു കുടുംബത്തിൽ 51 അടുപ്പ്. അവർക്ക് എന്തോ നേർച്ചയുണ്ടായിരുന്നു. അതും വളരെ ഭംഗിയായിട്ട് അത് ആദ്യത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് പറയാൻ പറ്റിയില്ല. വളരെ ഭംഗിയായിട്ട് അവർ അടുക്കി നല്ല ഭംഗിക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഗവൺമെൻറ്റിൻ്റെ അവിടെ ഒരു കാര്യാലയം ഉണ്ടായിരുന്നു. അപ്പോൾ കാര്യാലയത്തിനകത്ത് അവർ അന്നദാനം ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ കൊച്ചു കുട്ടികളുടെയൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അന്നദാനം ചെയ്യുന്നതിന് ഉദ്ഘാടനം ചെയ്തത് ചീഫ് ജസ്റ്റിസ് സാറാണ് കേട്ടോ. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സാറാണ് ഇവിടുത്തെ അന്നദാനം ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. അപ്പോൾ ആ ഉദ്ഘാടനം ചെയ്ത വീഡിയോ അത് ഞാൻ കാണിച്ചിരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറേ പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളും ഫുഡ് കഴിക്കാൻ അവിടെയാണ് കയറിയത്. കൂടെ വന്ന ആൾക്കാരെല്ലാം മറ്റു സ്ഥലങ്ങൾ. എന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഐറ്റംസ് എല്ലായിടത്തും ആഹാരം കൊടുക്കുന്നുണ്ട്. ആർക്കും ഒരു പക്ഷഭേദം ഒന്നുമില്ലാതെ അവിടെ ഉള്ള എല്ലാവർക്കും ആഹാരം കിട്ടുന്നുണ്ട്. ക്യൂവിലാണ്. ഇത് കണ്ടല്ലോ, അമ്മമാരും നമ്മുടെ കൂട്ടത്തിൽ വന്ന ആൾക്കാർ എല്ലാവർക്കും ഫുഡ് ഇവിടെ ഒരു വിഷയവുമില്ല. നമ്മുടെ ജസ്റ്റിസ് സാറ് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. സാറാണ് ആദ്യം ഒരാളിന് വിളമ്പി ഉദ്ഘാടനം ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്നും പുറത്തിറങ്ങി. ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ച് ഞങ്ങൾക്ക് കിട്ടിയ ഒരു കുഞ്ഞറിവും കൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ് കേട്ടോ. മധുര നഗരം ചുട്ടരിച്ച നമ്മുടെ കണ്ണകിയുടെ കഥയുമായി ബന്ധപ്പെട്ടാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യം എന്നാണ് വിശ്വാസം. തൻ്റെ കണ്ണിൽ നിന്നും പുറപ്പെട്ട അഗ്നിയിൽ മധുര കത്തിച്ചാമ്പലാക്കിയ കണ്ണകി ദേവിയെ ആശ്വസിപ്പിക്കുന്നതിനായി ജനങ്ങൾ പൊങ്കാല നൽകി എതിരേറ്റു. അതിൻ്റെ ഓർമ്മയിലാണ് പൊങ്കാലയെന്നാണ് ഒരു വിശ്വാസം. മറ്റൊരു വിശ്വാസം അനുസരിച്ച് മഹിഷാസുരനെ വധിച്ച ദേവിയെ ജനങ്ങൾ പൊങ്കാല നൽകിയാണ് അത്ര സ്വീകരിച്ചത്. അതിൻ്റെ ഓർമ്മയിൽ ഇവിടെ പൊങ്കാല ആചരിക്കുന്നുവെന്നും അറിയപ്പെടുന്നു. പാർവതി ദേവി ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തതിൻ്റെ കഥയും പൊങ്കാല ആഘോഷത്തോടൊപ്പം പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാവരും ഏകദേശമുള്ള എല്ലാ അടുപ്പുകളെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി വേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് നിവേദ്യമാണ് കേട്ടോ. അപ്പോൾ നിവേദ്യം കറക്റ്റ് ഇവിടെ 1:15 തന്നെ നിവേദ്യം ഇവിടെ ആരംഭിച്ചു.
നിവേദി എല്ലായിടത്തും 1:15 തന്നെയാണ് ആരംഭിച്ചതെന്നാണ് അറിവ്. നമ്മൾ തിരക്കിയപ്പോഴത്തേക്കും എല്ലായിടത്തും പറഞ്ഞത് അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പൊങ്കാല വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് വിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.